ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ രബീഷ്. ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ പള്ളിവാസലാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ വട്ടവടയ്ക്കാണ് നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10-50 കിലോമീറ്റർ മുകളിലുണ്ട്. ചെറുതായിട്ട് മഴ തോടുന്നുണ്ട്, പക്ഷെ നമുക്കത് കാര്യമാക്കണ്ട. നമുക്ക് ഡെസ്റ്റിനേഷനാണ് മുഖ്യം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ പള്ളിവാസൽ പൈപ്പ് ലൈൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പം മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണ്. അതാണ് നിങ്ങളെല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന്. എല്ലാവർക്കും ഇറങ്ങാവുന്ന ഒരു സ്ഥലമാണ്. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മലയും നല്ലൊരു മൗണ്ടൻ വ്യൂ, മലയും തേയിലയാണെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതെ, ആ സൈഡിലായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ക്യാമറയ്ക്കകത്ത് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ കാണിക്കാം. പിന്നെ എന്താ, നല്ലൊരു വ്യൂ കിട്ടും, മൗണ്ടൻ വ്യൂ കിട്ടും. അതെ, നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് മലകളാണ്. തട്ടായിട്ട് ഇങ്ങനെ മലകൾ കാണാം. മലകളായാലും നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. തട്ടായിട്ട് ഇങ്ങനെ മലകൾ കാണാം. ആ ഭാഗത്തായിട്ട് തേയിലത്തോട്ടം കാണാവേ നമുക്ക്. ആ തേയിലത്തോട്ടത്തിനിടയ്ക്കാണ് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടം കാണാം. സൂചി കളിക്കൂ. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. കാണുന്നതാണ് വെള്ളച്ചാട്ടം. പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ കണ്ട അങ്ങ് മോളിൽ നിന്ന് മണ്ടേന്നാണ് ഈ പൈപ്പ് വരുന്നത്. മലയുടെ മണ്ടേന്നൊക്കെ ഇങ്ങനെ മഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇതിൽ കാര്യമായിട്ടുള്ള തണുപ്പ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ചെറിയ മഴ ഉണ്ട്. അതെ, ഇപ്പൊ സമയം 12 മണി ആയിട്ടുള്ളൂ. എന്നിട്ടും ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. നമുക്കെന്നാ പയ്യെ ഇവിടുന്ന് തിരിക്കാം. അതെ, ചേച്ചിയുടെ പേരെന്താ? അടുത്താണ് താമസിക്കുന്നത്. ആൾക്കാരൊക്കെ വരാറുണ്ടോ? നമ്മളിപ്പോൾ കാണുന്ന ചോളം ഉണ്ടാക്കുന്നതാണ്. ഇത് മഴയൊക്കെ ഉണ്ടോ ചേച്ചി? മഴയൊക്കെ ഉണ്ടോ? തണുപ്പെങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് ക്യാരറ്റ് വട്ടവടൻ സ്ട്രീറ്റ് വരുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മളെന്തായാലും ഒരു ചോളം വാങ്ങിച്ച് കഴിച്ചു, ചായയും കുടിച്ചു, പിന്നെ 2 ചായയും കുടിച്ചു. പയ്യനിരിക്കുന്നതാണ്. Here we go. ശരിക്കും ആന ഇറങ്ങാനുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് എത്താറല്ലേ? മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് എത്താറേ. വരുന്ന വഴിക്ക് നമ്മൾ 2 ആനനെ കണ്ടു. 2 ആന നോക്കുവാണെങ്കിൽ കാണാം. ഇച്ചിരി കൂടി ചേച്ചി. ഇത് കണ്ടോ ആന? കണ്ടോ 2 ആന നിൽക്കുന്നു. പുൽത്തേട്ടിൽ ഇങ്ങനെ ആന നടക്കുകയാണ്.
പ്രശ്നമാവോ? ഇല്ലെന്നേ ഓടാ വരട്ടി. തിരിക്കട്ടായി. നീ വീഡിയോ കട്ടില്ല കേട്ടോ. ഇല്ല തിരിക്കുക. പ്രശ്നമാവോ? ഇല്ലെന്നേ. ആനറിഞ്ഞല്ലോ. ഇങ്ങോട്ട് 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 കണ്ടോ? ഈ സൈഡ് കിടക്കാം, ഈ സൈഡ് കിടക്കാം. നിർത്താൻ പറ്റില്ല. നിർത്തണം. ഇതൊരു കൂട്ട് ആനയുണ്ട്, ഇതൊരു കൂട്ട് ആനയുണ്ട്. ഫ്രണ്ട് കയറി ആന തിന്നുന്നത് നമുക്ക് കാണാം. ഗായ്സ് ആനയാണ് കാണുന്നത്. ദൈവം, കൊമ്പനൊന്നുമില്ല, എല്ലാം ഇടിയാനാണ്. ഒരു ഫോട്ടോ. ഈ താഴെ ഒരു ആനയ്ക്കുന്നുണ്ട് കാണാൻ. 1 2 3 4 5 6 6 7 ആന. ആനക്കുട്ടികളുണ്ട്, വലിയ ആനയുണ്ട്. കുട്ടികളുണ്ട്, വലിയ ആനയുണ്ട്. കൊമ്പനില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത ആനനെ കാണുന്നത് കേട്ടോ. റോഡിലൊക്കെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പട്ടിനെ പോയി വിട്ടു. ഈ താഴെ ഒരു ആനക്ക് കണ്ടോ, ഒരുത്തം മെയിഞ്ഞെടുക്കുന്നുണ്ടോ? ഇവിടെ ഈ തൊട്ടടുത്താണ്. നമ്മൾ ആനയെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ആനനെ കാണണം. മാറ്റുകൂട്ടി വന്ന് അടിക്കുക കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളങ്ങനെ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വ്യൂ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എന്നാലും ആനയുടെ മുഖം അടിപൊളി സ്ഥലം. ആനനെ ഇപ്പോഴും ഓർത്തിരിക്കും കേട്ടോ. ഭയങ്കര ഫീലാണ്, ഭയങ്കര പേടിയാവും എല്ലാവർക്കും കണ്ട്. ഇത് അപ്പുറത്തൊക്കെ ആൾക്കാരപ്പുറത്തിരുന്ന് മീനൊക്കെ പിടിക്കുന്നതാണോ? നമുക്ക് ഇവിടെ ഉണ്ടോ നോക്കാം. നമ്മൾ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നല്ലോ ഡേ. നല്ല സൂപ്പർ വ്യൂ ആണ്. ഇതിലാണ് നമ്മൾ വരുന്നത്. ഒന്നും വേണ്ട, പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പച്ചപ്പ് അല്ലേ? ഒന്ന് മാറിക്കോട്ടെ. ഇതാണ് എല്ലപ്പെട്ടി. നമ്മളിങ്ങനെ ജസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ നിർത്തി എടുത്തതാണ്. താഴെ തൊഴിലാളികളുടെ ലയങ്ങളൊക്കെ കാണാം. കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ അവിടെ. പാവൽത്തോട്ടമൊക്കെ ഉണ്ട് തോന്നുന്നു. തോട്ടം തൊഴിലാളികളാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. നല്ല തൊഴിലാളികളുടെ ലയങ്ങളാണ്. ഇവർ താമസിക്കുന്നവർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. വലിയ മലയിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ചുറ്റും നോക്കി കഴിഞ്ഞാൽ തേയിലത്തോട്ടം മാത്രം. ഇതിപ്പോൾ മൂന്നാർ വന്നിട്ടുണ്ട്. പ്രത്യേകത വന്നിട്ടുണ്ട്, എവിടെ നോക്കിയാലും വ്യൂ ആണ്. അതെ, മൂന്നാർ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും വ്യൂ ആണ്. പക്ഷെ കുണ്ടൽ ഡാമിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, ഇറങ്ങി കാണിക്കാൻ പറ്റിയില്ല. കൊറോണ കാരണം തോന്നുന്നു അടച്ചിട്ടത്. പക്ഷേ മൂന്നാറിലെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കാലാവസ്ഥ വെച്ചിട്ട് ബെറ്ററാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ ഉണ്ട് ടോപ്പ് സ്റ്റേഷൻ. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഒന്ന് പയ്യെ പോ. അങ്ങനെ നമ്മൾ പിന്നെ ഒരു സ്പോട്ട് കണ്ടിട്ട് നിർത്തിയതാണ്. അടുത്തെത്താറായി. ഇവിടെ നല്ലൊരു വ്യൂ ആണ്.
അങ്ങോട്ട് കയറി തമിഴ്നാട് ശരിക്കും കാണാല്ലേ? ആ അതെ, ആ മലയ്ക്ക്, ആ കാണുന്ന മലയ്ക്ക്, ഈ കാണുന്ന മലയ്ക്ക് അപ്പുറം തമിഴ്നാടാണ്. അവിടെ വിൻഡോയിലൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. ക്യാമറ അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മല. തമിഴ്നാടിൻ്റെ അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ മലയില്ല, ഇങ്ങനെ നിരന്ന് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു അല്ലേ? ഒരു നിരപ്പാണ്. ആ അങ്ങോട്ട് മല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മറ്റേ കാറ്റാടി പാടമൊക്കെ കാണാം. 2, 1, 2, 3, 4, 5 കുറേ ഉണ്ട്, കുറേ ഉണ്ട്. നമ്മുടെ രാമക്കൽമേട്ടുള്ള അടുപ്പിച്ചല്ല, ഇടയ്ക്കിടയ്ക്ക് വരും. ഈ മല നോക്കി, മല ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കർവ് ചെയ്ത്. ആ ഭാഗമൊക്കെ പൂപ്പാറ സൈഡാന്ന് തോന്നുന്നു കേട്ടോ. ആ പൂപ്പാറ സൈഡാണോ? ഏകദേശം ആ സൈഡ് അപ്പുറത്തായിട്ട് വരും പൂപ്പാറ. അതിലും പറ. ഇവിടെയൊക്കെ സാധാരണ മഞ്ഞാണ്, ഇപ്പൊ മഞ്ഞില്ല. സാധാരണ ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം മഞ്ഞ് മൂടി നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇന്നെന്തോ ഭാഗ്യം കൊണ്ട്, നമ്മുടെ എന്തോ യോഗം കൊണ്ട്, മഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ എന്തോ യോഗം കൊണ്ട് ഇന്ന് എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട്. ആനേനെ കണ്ടു, മല കണ്ടു. ഇവിടെ വരെ മഞ്ഞായിരുന്നു, കാണാൻ പറ്റും. തോട്ടം പോലും കാണാൻ പറ്റാ. അതെ, ഇപ്പൊ നോക്കിയാലും കാണാം. അവിടെ ഇങ്ങനെ കോട നിൽക്കുന്നതാണ് കണ്ടോ? അതല്ലേ ടോപ്പ് സ്റ്റേഷൻ? അതല്ലേടാ മലയാണ് ടോപ്പ് സ്റ്റേഷൻ. നമുക്ക് പെട്ടെന്ന് ടോപ്പ് സ്റ്റേഷൻ പോയല്ലേ, കാരണം മഞ്ഞാവുന്നതിന് മുമ്പ്. ആ മഞ്ഞാവുന്നതിന് ടോപ്പ് സ്റ്റേഷൻ. ഇപ്പം നോക്കി കാണാം, മഞ്ഞ് ഇങ്ങനെ കയറി വരിക. നമ്മളിപ്പം നിൽക്കുന്നു, തുടങ്ങിയപ്പോൾ അവിടെ മഞ്ഞില്ലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ കയറി വരുക. മഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ടുണ്ട് നല്ലൊരു വ്യൂ കിട്ടത്തില്ല. അതെ അതെ അതെ. അപ്പം പെട്ടെന്ന് പോയല്ലേ, നമുക്ക് അവിടെ പോയിട്ട് പട്ടോടെയല്ലേ. അതെ അതെ, എത്തി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആന നമ്മളെ സാപ്പിടും. Invincible. ഇതെങ്ങനെയാണ് അവരുടെ പ്രൈവറ്റ് സ്ഥലമാണ്? ചേട്ടാ 20 രൂപയുടെ വെള്ളമൊന്നും ഇല്ല, അത് വേറെ കാര്യം. 15 രൂപ 13 കണക്ക്. കൊള്ളാം അല്ലേ? കൊള്ളാം, അടിപൊളി. നമ്മൾ അന്നേരം അവിടെ വെച്ച് കണ്ട കോടയില്ല, ആ കോടയത്. കൊച്ചെല്ലായിട്ടും കയ്യിൽ നിന്ന് വെള്ളം മേടിപ്പിക്കുന്നുണ്ടെന്ന്. അന്ന് വന്നപ്പോണ്ടല്ലോ കേട്ടോ, ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. നല്ല അടിപൊളി വ്യൂ അല്ലേ? ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കണം. ഒരു കുറച്ചങ്ങ് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ മുള്ളുവേലി കെട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റുമെങ്കിൽ ഇന്ന് കാണിച്ചു. മുള്ളുവേലി കെട്ടിയിട്ടുണ്ട്, താഴേക്ക് ആൾ നിൽക്കുന്നുണ്ട്. ഇതിലെ വേണം ഇനി ഇറങ്ങിപ്പോയി. ഇതിലെ ഇറങ്ങിപ്പോയി എൻഡിൽ, ആ എൻഡിലാണ് പോയി നിൽക്കേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി പോകേണ്ട. കോട എത്തിരി വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. താഴത്തേക്ക് നിന്നിട്ടുണ്ട്, വിളിച്ചിരിക്കുന്നതാണ്. തണുപ്പ് ഇതിലൊന്നും ഇല്ലല്ലോ ഇവിടെ. തണുപ്പ് വലിയ കാര്യമായിട്ടില്ല, എന്താണോ. പക്ഷേ സാധാരണ ഇവിടെയൊക്കെ ശരിക്കും മഞ്ഞാണ്, ഒന്നും കാണുമ്പോൾ നട്ടുച്ചയ്ക്ക് നല്ല മഞ്ഞായിരിക്കും. എന്തായാലും നമുക്കിന്ന് വന്ന് വൃത്തിയായിട്ട് തുപ്പുന്നു.
എന്തായാലും നമുക്ക് വന്നത് മെച്ചാൽ തോന്നുന്നു കാഴ്ചകളെ കാണാൻ പറ്റുന്നുണ്ട്. അതെ, കാര്യമായിട്ടുള്ള മഞ്ഞില്ല, നമുക്ക് അടുത്ത് മഞ്ഞില്ല, നമുക്ക് നല്ല ഇങ്ങനെ രസമുണ്ട് കേട്ടോ. മരങ്ങളും അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പുൽമേടൊക്കെ കാണുന്നത്. തമിഴ്നാട് ഇപ്പോൾ മഞ്ഞ് അവിടെയൊക്കെ മഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആ മലയുടെ കൂടെ വഴിയൊക്കെ പോകുന്നുണ്ട് അവിടെ. ആ അതെ അതെ അതെ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ചേട്ടൻ വിശക്കുന്നുണ്ടോ? എനിക്കും വിശക്കുന്നുണ്ട്. ഒന്ന് ഭക്ഷണം കഴിച്ചാലോ? യെസ്, കഴിക്കാം. പയ്യെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് പോവാണ്. എന്തായാലും കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. മഴയൊന്നും ഇല്ല, മഴയില്ല, തണുപ്പൊന്നും ഇല്ല കേട്ടോ. മഴയില്ല. കോട്ട് ഇട്ടോണ്ട് ഊരാൻ പറ്റാത്തോണ്ട് ഇത് ഇട്ടേക്കുന്ന. കോട്ടൊക്കെ ഇട്ടേക്കുന്നതായിട്ട് തണുപ്പുണ്ടെന്ന് ആരും വിചാരിക്കരുത്. ഇവിടേക്ക് താഴേക്ക് ആളിരിപ്പുണ്ട് തോന്നുന്നു. അത്രയും കിട്ടും. എന്താ മക്കളിക്കുന്നുണ്ടോ? ശരിയല്ലോ. എനിക്ക് തോന്നുന്നു സംഭവം അറിയാട്ടെ. ഒന്ന് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം ഉണ്ടാവും അവിടെ. ഇത് ഗവൺമെൻറ് അറിഞ്ഞിട്ടുണ്ടാവില്ല. വീഡിയോ ഒക്കെ ആയിക്കോട്ടെ. ഇല്ല, നമ്മൾ ഇനി ഇറങ്ങി വന്ന കയറ്റമെല്ലാം തിരിച്ച് കയറണം. അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ കണ്ടു. ടോപ്പ് സ്റ്റേഷൻ കണ്ടു. വലിയ മഞ്ഞൊന്നുമില്ല. അത്യാവശ്യം കാര്യമായിട്ട് മലകളൊക്കെ കാണാം. സാധാരണ ഇവിടെ ഒന്നും ഇങ്ങനെ കാണാൻ പറ്റുന്നതല്ല മഞ്ഞ് കാരണം. എപ്പോഴും മഞ്ഞായിരിക്കും, നട്ടുച്ചയ്ക്കൊക്കെ മഞ്ഞായിരിക്കും. ഇന്നെന്തോ ഭാഗ്യമുണ്ട് നമുക്ക്. യോഗമുണ്ട്. ആനനെ കാണാൻ പറ്റി. അതെ, 3 പ്രാവശ്യം ആനനെ കണ്ടു നമ്മള്. അതെ, നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. കയറ്റം മാത്രം പറ്റില്ല. ഇനി തിരിച്ചു ചെല്ലുമ്പോൾ വളവില്ല, ആനയും കാണുമോന്നാ പേടി. അപ്പം ഇനി നേരെ നമ്മൾ വട്ടവടക്കല്ലേ? വട്ടവട പോയേക്കാം. അപ്പം ഇനി വട്ടവട ചെന്നിട്ട് കാണാം. വളരെ സങ്കടകരമായൊരു വാർത്തയാണ് ഇനി പറയാനുള്ളത്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവടയ്ക്ക് പോകുന്ന വഴിക്ക് വട്ടവട ചെക്ക് പോസ്റ്റിൽ അതിന് തൊട്ട് മുമ്പുള്ളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വെച്ച് അവിടുന്ന് നമ്മളെ കടത്തി വിട്ടില്ല. കാരണം RT-PCR ടെസ്റ്റ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ എടുത്ത ഫസ്റ്റ് ഡോസ് എടുത്ത എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ വേണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലാത്തവരെ കടത്തി വിടത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ ആദ്യമായിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പകുതിക്ക് വെച്ച ട്രിപ്പ് നമുക്ക് നിർത്തേണ്ടി വന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഉറപ്പായിട്ട് നമ്മൾ വട്ടവട പോയിട്ടുണ്ടാവും. ഉടനെ ഒരു വട്ടവട ട്രിപ്പ് കാണില്ല, എന്നാലും നമ്മുടെ അടുത്ത വേറെ ഏതെങ്കിലും വീഡിയോ ഇടാവുന്നതാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.